ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ശിവയോഗിയെക്കുറിച്ചിട്ടാണ് നാം ഇനി കാണാൻ പോകുന്നത്. തിരുஞான സംബന്ധമൂർത്തി നായനാർ എന്ന ഈ ബാലയോഗി ചരിത്രത്തിൻ്റെ ഏടുകളിൽ സ്വർണ്ണലിപികളാൽ കുറിക്കപ്പെട്ട ഒരു മഹാപുരുഷനും മഹാസിദ്ധനും മഹായോഗിയുമാണ്. 16 വയസ്സുവരെ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും അനേകായിരം വർഷങ്ങൾ ജീവിച്ച ഒരു മഹായോഗിവര്യൻ്റെ പ്രവൃത്തികളാണ് ഇദ്ദേഹം ചെയ്തത്. ശൈവത്തെ ദ്രാവിഡ ദേശത്ത് അരക്കിട്ടുറപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച തിരുஞான സംബന്ധർ അപ്പർ എന്ന തിരുനാവുക്കരശരോടുകൂടി ശിവദർശനത്തെ ദ്രാവിഡ ദേശത്ത് എന്നെന്നും നിലനിൽക്കത്തക്ക വിധത്തിൽ വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് സുന്ദരമൂർത്തി സ്വാമികൾ പാടുന്നത് ഇങ്ങനെയാണ്: സാനന്ദം ദേവീസ്തന്യം പാനം ചെയ്തുള്ള സാക്ഷാൽ ജ്ഞാനസംബന്ധമൂർത്തിക്ക് എപ്പോഴും അടിമ ഞാൻ. 3-ാമത്തെ വയസ്സിൽ പാർവതീദേവിയിൽ നിന്ന് ജ്ഞാനാമൃതം നുകർന്ന കുട്ടിയാണ് തിരുஞான സംബന്ധർ. നമുക്ക് തിരുஞான സംബന്ധരുടെ ജീവിതത്തിലേക്ക് ഇനി ഒന്നൽപ്പം കടന്ന് ചെല്ലാം. തിരുஞான സംബന്ധരെ കുറിച്ച് ആദ്യത്തെ പ്രസ്താവം ഉണ്ടാകുന്നത് സുന്ദരരുടെ തിരുത്തൊണ്ടത്തുക എന്ന ഗ്രന്ഥത്തിലാണ്. അതില് തിരുത്തൊണ്ടത്തുകയില് തിരുஞான സംബന്ധരെ വിവരിക്കുന്നത് വമ്പറ വരിവണ്ട മണനാറ മലരും മധുമലർ നാർ കൊണ്ടേൻ യാൻ അടിയാലർ പേണ നമ്പിരാൻ ചമ്പന്തൻ അടിയാർക്കും അടിയോൻ എന്നാണ് സുന്ദരർ പറയുന്നത്. അടിമയാണ് ഞാൻ. ആരുടെ? തിരുஞான സംബന്ധരുടെ അടിമയാണ് ഞാനെന്ന് മറ്റൊരു തേവാരം കവി സുന്ദരർ നമ്മോട് പറയും. അത്രയ്ക്ക് പ്രാധാന്യം അറിയിക്കുന്ന ഒരു ശിവസാക്ഷാത്കാരം കിട്ടിയ യോഗിയാണ്. അദ്ദേഹത്തെ ബാലയോഗി എന്നാണ് വിളിക്കുന്നത്. ആ ബാലയോഗിയുടെ തേവാരങ്ങളാണ് തമിഴകത്ത് ഏറെ പ്രശസ്തമായുള്ളത്. ഇദ്ദേഹം ജനിച്ചത് കാവേരി നദീതീരത്തുള്ള ശീർക്കാഴിയിൽ ബ്രഹ്മപുരത്താണ് ജ്ഞാനസംബന്ധർ ജനിച്ചത്. പിതാവ് ശിവപാദ വിരുദയൻ, മാതാവ് ഭഗവതി. ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ 3-ാമത്തെ വയസ്സിലാണ് തേവാരം പാടി തുടങ്ങിയത്. അങ്ങനെ തേവാരം പാടാനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഈ കുട്ടിയുടെ പിതാവ് ശിവഭക്തനായിരുന്നു. ശിവപെരുമാനെ ദിവസവും വെളുപ്പിന് തൊഴുവാനായിട്ട് പോകും. അങ്ങനെ ആ ശിവദേവന്റെ പേര് തിരുത്തോണിയപ്പൻ എന്നാണ്. തിരുത്തോണിയപ്പന്റെ അടുത്ത് അവിടുത്തെ അമ്പലക്കുളത്തിൽ കുളിച്ചതിന് ശേഷം ദേവനെ തൊഴുകയാണ് അദ്ദേഹത്തിന്റെ പതിവ്. അങ്ങനെ ഒരു ദിവസം വെളുപ്പിന് പിതാവ് എഴുന്നേറ്റ് കുളിക്കാൻ വേണ്ടിയിട്ട് അമ്പലക്കുളത്തിലേക്ക് പോകാൻ തുനിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ, അവന് 3 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ഉണരുകയും പിതാവിനോടൊപ്പം പോണമെന്ന് പറഞ്ഞ് വാശി കൂട്ടി കരയുകയും ചെയ്തു. പിതാവ് ഗത്യന്തരമില്ലാതെ കുട്ടിയെയും കൂട്ടിക്കൊണ്ട് അമ്പലക്കുളത്തിലേക്ക് പോയി. നേരം വെളുത്തിട്ടില്ല, നല്ല ഇരുട്ടാണ്. അമ്പലക്കുളത്തിൽ കുളിച്ചപ്പോൾ അവർ കുളിച്ചു കഴിഞ്ഞാൽ തർപ്പണമൊക്കെ ചെയ്യും. അതിന് കുറച്ച് സമയമൊക്കെ വേണ്ടി വരും. ഈ കുട്ടി കരയ്ക്ക് നിൽക്കുകയാണ്. കുറെ നേരമായിട്ടും അച്ഛനെ കാണാനില്ല. അപ്പോൾ കുട്ടിക്ക് പേടിച്ചുപോയി, കരയാൻ തുടങ്ങി. അച്ഛാന്ന് വിളിച്ചു, അച്ഛന് വരുന്നില്ല. അപ്പൊ ഏറ്റവും അടുത്ത് അമ്മയെ വിളിച്ചു, അമ്മേന്ന് വിളിച്ചു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കരച്ചിൽ തിരുത്തോണിയപ്പൻ
അമ്പലത്തിൽ നിന്ന് കേട്ടു എന്നും അദ്ദേഹം ഉമാദേവിയോടൊപ്പം ഇറങ്ങി വന്ന് ഈ കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു എന്നും ശിവപെരുമാന്റെ ആജ്ഞപ്രകാരം ഒരു പൊൻതളികയില് പൊൻപാത്രത്തില് തൻ്റെ മുലപ്പാൽ എടുത്ത് കുഞ്ഞിന് കൊടുത്തു എന്നും പറയുന്നു. അങ്ങനെ 3-ാമത്തെ വയസ്സിൽ ഉമാദേവിയുടെ കയ്യിൽ നിന്ന് മുലപ്പാൽ കുടിച്ച കുഞ്ഞാണ് തിരുജ്ഞാന സംബന്ധർ. അത് ജ്ഞാനാമൃതമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതോടുകൂടി കുട്ടിയുടെ പേര് ജ്ഞാനസംബന്ധർ എന്നായി. സംബന്ധർ ഇപ്പോൾ ജ്ഞാനസംബന്ധർ എന്നായി. കുറച്ച് കഴിഞ്ഞ് തർപ്പണമൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പിതാവ് വന്ന് കുട്ടിയെ നോക്കിയപ്പോൾ കുട്ടിയുടെ ചുണ്ടത്തും കവിളത്തുമൊക്കെ പാലിരിക്കുന്നു. കുട്ടിയോട് ചോദിച്ചു, നിനക്ക് ആരാണ് ഈ പാല് തന്നത്? അപ്പോൾ കുട്ടി നേരെ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, ആകാശത്തുനിന്ന് ശിവപാർവതിമാരാണ് ഇറങ്ങി വന്ന് തനിക്ക് പാല് തന്നത് എന്ന് പറയുന്നു. എന്നിട്ട് അവൻ ഒരു പാട്ട് പാടി, തോടുടയ ചെവിയൻ എന്ന് പാടിക്കൊണ്ടാണ് പിതാവിനോട് ആരാണ് തനിക്ക് പാല് തന്നത് എന്ന് പറയുന്നത്. അധികമാണ് 10 പാട്ടുകളുണ്ട്. അങ്ങനെ 3-ാമത്തെ വയസ്സിൽ തോടുടയ ചെവിയൻ എന്ന പ്രശസ്തമായ തേവാരം ശിവലോകത്തിലേക്ക് ശിവപ്രപഞ്ചത്തിലേക്ക് കടന്നു വരുന്നത്. പിതാവ് അത്ഭുതപ്പെട്ടു പോയി. 10 പാട്ടുകൾ ശിവനെക്കുറിച്ചും ദേവിയെക്കുറിച്ചും പാടുന്ന ഈ പാട്ടുകൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തെ മാത്രമല്ല, ദേവഗണങ്ങൾ പോലും പുഷ്പവൃഷ്ടി ചെയ്തു എന്നാണ് ആ സമയത്ത് പറയുന്നത്. പിന്നെ അദ്ദേഹം മകനെയും കൂട്ടിക്കൊണ്ട് തിരുത്തോണിയപ്പൻ്റെ അടുത്ത് തൊഴുവാൻ പോയി. അവിടെ ചെന്നപ്പോഴും ശിവഭഗവാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു പുതിയ പതികം ഈ കുട്ടി പാടി. അപ്പൊ ജനങ്ങൾക്ക് അത് കേട്ടു തുടങ്ങി. കേൾക്കാൻ വേണ്ടി കേട്ടു. അവരെല്ലാവരും ഒന്നിച്ചു കൂടി ഈ കുട്ടിയെക്കുറിച്ച് അത്ഭുതത്തോടെ സംസാരിക്കാൻ തുടങ്ങി. ആൾക്കാരെല്ലാരും കൂടി കുട്ടിയെയും പിതാവിനെയും കൂട്ടിക്കൊണ്ട് കുട്ടിയുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാക്കി. ഇതോടെ തിരുജ്ഞാന സംബന്ധർ എന്ന 3 വയസ്സുകാരൻ കുട്ടി ആ പ്രദേശമാകെ പ്രശസ്തനായി തീർന്നു. പിന്നീട് പിതാവിനോടൊത്താണ് പല ശിവക്ഷേത്രങ്ങളിലും ഈ ബാലൻ ഈശ്വര ദർശനത്തിന് വേണ്ടി പോയത്. അപ്പോഴൊക്കെയും ഓരോ ശിവക്ഷേത്രത്തിലും അദ്ദേഹം തേവാരപ്പതികം പാടി. 10 പാട്ടുകൾ വീതമുള്ള തേവാരം പതികം പാടി. അങ്ങനെ അനേകം ക്ഷേത്രങ്ങളിൽ പാടുകയും ആ പാട്ടുകളെല്ലാം ജനഹൃദയങ്ങൾ ഏറ്റുവാങ്ങുകയും ഈ കുട്ടിയോടൊപ്പം തന്നെയാണ് പിന്നെ ശിവക്ഷേത്രങ്ങളിൽ ജനക്കൂട്ടം ഒന്നിച്ചു കൂടാനും ഒന്നിച്ചു കേൾക്കാനും ഒക്കെ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടിയുടെ പ്രശസ്തി നാടെങ്ങും പരന്നു. വളരെ പ്രശസ്തനായ ഒരു പാണനുണ്ടായിരുന്നു. നീലകണ്ഠ പെരുമ്പാണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ശിവാജ്ഞയാൽ ഈ പെരുമ്പാണൻ തിരുജ്ഞാന സംബന്ധരുടെ അടുത്തേക്ക് വന്നിട്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയുമുണ്ടായിരുന്നു, ഈ പാണന്റെ ഭാര്യയുമുണ്ട്. അവരുടെ പേര് മതങ്ക ചൂടാമണി എന്നാണ് അവരുടെ പേര്. ആ മതങ്ക ചൂടാമണിയോടൊത്ത് വന്നു. അവർ നന്നായിട്ട് സംഗീതം ആലപിക്കും, സംഗീത വിദുഷിയാണ് അവർ. ഇദ്ദേഹം യാണെന്ന് പറഞ്ഞ ഈ പാണൻ യാണെന്ന് പറഞ്ഞ സംഗീതോപകരണം വെച്ചിട്ടാണ് പാടുന്നത്. അതൊരു തരത്തിലുള്ള വീണയാണ്, നമ്മുടെ നന്ദുണിയുടെയൊക്കെ പൂർവ്വരൂപം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ആ വീണയിൽ ഈ കുട്ടിയുടെ തേവാരങ്ങൾ ചിട്ടപ്പെടുത്തി പാടും. ഭാര്യ ചൂടാമണി അത് സംഗീതമധുരമായി പാടുകയും ചെയ്യും. ഇത് ജനഹൃദയങ്ങളെ വളരെയേറെ ആകർഷിച്ചു. ബാലയോഗിയായ
തിരുஞான സംബന്ധർ പല പല ശിവക്ഷേത്രങ്ങളിലും സന്ദർശിച്ച് ഇതേപോലെ തേവാരങ്ങൾ പാടി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീലകണ്ഠ പെരുമ്പാണന്റെ ജന്മസ്ഥലമായ എരിക്കത്തമ്പുലിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ എരിക്കത്തമ്പുലിയൂരിൽ തിരുஞான സംബന്ധർ ശിവദർശനത്തിന് വേണ്ടി ചെന്നു. കൂടെ പെരുമ്പാണനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. അവർ തേവാരങ്ങൾ പാടിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറയാൻ തുടങ്ങി, ജ്ഞാനസംബന്ധർക്കുള്ള പേരും പ്രശസ്തിക്കും ഒക്കെ കാരണക്കാരൻ പെരുമ്പാണനാണ്, നീലകണ്ഠ പെരുമ്പാണനാണ് എന്ന് പറയാൻ. അവർ അവരുടെ നാട്ടുകാരനാണല്ലോ, നാട്ടുകാരനെ പൊക്കി പറഞ്ഞു. ഇത് ഏതായാലും നീലകണ്ഠ പെരുമ്പാണന്റെ ചെവിയിലുമെത്തി. അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി. തന്നെ പുകഴ്ത്താൻ വേണ്ടി തിരുஞான സംബന്ധരെ കെടുത്തുന്നത് അദ്ദേഹത്തിന് വേദനിച്ചു. ആ വേദന മനസ്സിൽ വെച്ചുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം ഈ യാഴെന്ന വാദ്യോപകരണത്തിൽ തിരുஞான സംബന്ധരുടെ തിരുപ്പതികങ്ങൾ പാടാൻ തുടങ്ങിയത്, വീണയിൽ പാടാൻ തുടങ്ങിയത്. പക്ഷെ ഒരു തവണ ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടും വീണയിൽ പാടാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും പാടാൻ പറ്റുന്നില്ല. ഇത് പെരുമ്പാണനെ വല്ലാതെ ദുഃഖിതനാക്കി. അദ്ദേഹം തൻ്റെ വീണ താഴേക്കെറിഞ്ഞ് ഉടയ്ക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ബാലനായ ജ്ഞാനസംബന്ധർ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ശിവനും ഉമാദേവിയും ചിട്ടപ്പെടുത്തിയ തേവാരം എങ്ങനെയാണ് മനുഷ്യനിർമ്മിതമായ ഒരു ഉപകരണത്തിന് പാടാൻ കഴിയുക എന്ന് ചോദിച്ചു. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും പാണനെ ആശ്വസിപ്പിച്ചു. ഇത് കഴിഞ്ഞിട്ട് എത്ര ശ്രമിച്ചിട്ടും പാണന് വീണയിൽ പാടാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ അയവന്തി ക്ഷേത്രത്തിൽ, അതിന് തൊട്ടടുത്തുള്ളൊരു ശിവക്ഷേത്രമാണ്, അയവന്തി ക്ഷേത്രത്തിൽ പോയി ശിവനെ തൊഴുത് പതിയെ നിർമ്മിച്ച് പാടാൻ ശ്രമിച്ചു. ആ പാട്ട് ഇതാണ്, തിരുമല കൊன்ற മാലൈ എന്ന് തുടങ്ങുന്ന ഒരു പതികമാണ്. തിരുമല കൊன்ற മാലൈ. ആ പാട്ട് പാടാൻ ശ്രമിച്ചപ്പോൾ അത് പെരുമ്പാണർക്ക് വീണയിൽ വായിക്കാൻ കഴിഞ്ഞു. അതോടെ അദ്ദേഹത്തിന് സന്തോഷമായി. ജനങ്ങളും തിരുஞான സംബന്ധരുടെ ശിവശക്തിയെ അത്ഭുതപ്പെട്ട് പോയി. ഇത് പെരിയ പുരാണം എന്ന് പറയുന്ന ചേക്കിഴാരുടെ പെരിയ പുരാണം എന്ന് പറയുന്ന കൃതിയിൽ വളരെ വിസ്തരിച്ച് ഈ ഭാഗങ്ങളൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ തിരുஞான സംബന്ധർ പാടിയ എല്ലാ പാടലുകൾക്കും പിന്നിലും ഓരോ സംഭവമുണ്ട്. ഈ സംഭവങ്ങളെയെല്ലാം ചേക്കിഴാർ പെരിയ പുരാണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. പിന്നെ പുകലൂരിൽ വച്ചിട്ട് സംബന്ധരെ കാണാൻ വേണ്ടി തിരുനാവുക്കരശർ വരുന്നുണ്ട്. അദ്ദേഹം നല്ല പ്രായമുള്ള ആളാണ്. പക്ഷെ ഈ ബാലയോഗിയുടെ കഴിവുകളും എല്ലാം മനസ്സിലാക്കി ഇദ്ദേഹം ജ്ഞാനിയാണ് എന്നറിഞ്ഞിട്ട് ഈ ബാലനെ കാണാൻ വേണ്ടിയിട്ട് തിരുനാവുക്കരശർ കുട്ടിയെ കാണാൻ വേണ്ടി വന്നു. തിരുஞான സംബന്ധര് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു ഇങ്ങനെ വരുന്നുണ്ടെന്ന്. വഴിയിലെത്തിയപ്പോൾ തന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഓടി വഴിയിലേക്ക് ചെന്നിട്ട് തിരുനാവുക്കരശരെ സ്വാഗതം ചെയ്തുകൊണ്ട് അപ്പരേ എന്ന് വിളിച്ചു. അന്നു മുതൽ തിരുനാവുക്കരശർ അപ്പർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇതിന് ശേഷം പിന്നെ അപ്പർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. പിന്നീട്
അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമായിരുന്നു അപ്പരും അതേപോലെ തന്നെ ജ്ഞാനസമുദ്രരും തമ്മിലുണ്ടായത്. ഇവർ ഒന്നിച്ചിട്ടാണ് പിന്നീട് പല ശിവക്ഷേത്രങ്ങളിലും പോയി തേവാരങ്ങൾ പാടിക്കൊണ്ടിരുന്നത്. മാത്രമല്ല ജനഹൃദയങ്ങളെ വളരെയേറെ സ്വാധീനിക്കാൻ കഴിഞ്ഞു ഈ അപ്പൻ്റെയും മകൻ്റെയും കൂട്ടുകെട്ട്. പണ്ഡിതന്മാരെ തോൽപ്പിക്കാനും ശൈവ സിദ്ധാന്തം പ്രചരിപ്പിക്കാനും തിരുஞான സമുദ്രരും അപ്പരും ഒന്നിച്ച് പ്രവർത്തിച്ചു. തിരുമലൈപുരിയിലെ ശിവനേശ്വർ എന്ന് പറഞ്ഞൊരു വണിക് ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. ആ വണിക് ശ്രേഷ്ഠൻ്റെ ഒരു മകളുണ്ടായിരുന്നു. ആ മകളുടെ പേര് പൂമ്പാവ എന്നാണ്. ആ മകളെ ജ്ഞാനസമ്പന്നർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് പിതാവ് ആഗ്രഹിച്ചു. ആ കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചു. പിതാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ കുഞ്ഞിനെ ദഹിപ്പിച്ച സ്ഥലത്ത് നിന്ന് അസ്ഥികളും ആ ചിതാഭസ്മവും എടുത്തൊരു കുടത്തിൽ സൂക്ഷിച്ചു. ഒരിക്കൽ സമുദ്രർ പോകുന്ന വഴി മകളുടെ ചിതാഭസ്മം അടങ്ങിയ ഈ മൺകുടം ജ്ഞാനസമുദ്രയുടെ മുമ്പിൽ വച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകളെ അങ്ങയ്ക്ക് തരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നതാണ്. അവൾ മരിച്ചു, അവളുടെ ചിതാഭസ്മമാണ് ഇതെന്ന് പറയണം. ആ സമയം കപാലീശ്വര സന്നിധിയിൽ തൊഴുത് കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്താണ് ഈ പിതാവ് ഇങ്ങനെ പറയുന്നത്. ആ മൺകുടം തൊട്ടിട്ട് അദ്ദേഹം ഒരു തേവാരം പാടി മട്ടിട്ട പുന്നേ എന്ന ഒരു പദികം തുടങ്ങുന്ന ഒരു പദികമാണ് അദ്ദേഹം പാടിയത്. ആ പദികം ചൊല്ലി അവസാനിപ്പിച്ചപ്പോഴേക്കും കുടത്തിൽ നിന്ന് മരിച്ചുപോയ പൂമ്പാവ എഴുന്നേറ്റ് വന്നു എന്നാണ് പറയുന്നത്. പിതാവ് പറഞ്ഞു, എൻ്റെ മകളെ അങ്ങ് സ്വീകരിക്കണം, വിവാഹം കഴിക്കണം. ജ്ഞാനസമ്പന്നർ പറഞ്ഞു, ഇവൾക്ക് പുനർജന്മം നൽകിയത് ഞാനാണ്, അതുകൊണ്ട് പൂമ്പാവയുടെ പിതാവാണ് ഞാൻ. അതുകൊണ്ട് ആ പിതാവിനോട് തന്നെ കുട്ടിയെ സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി. ഈ കഥയും ഈ സംഭവവും പെരിയ പുരാണത്തിൽ വർണ്ണിച്ചിട്ടുള്ളതാണ്. ഇതേപോലെ ഓരോ പതികത്തിന്റെ പിന്നിലും ഓരോ സംഭവ കഥ ചേക്കിഴ പറയുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പതികത്തില് ഒരു വിഭൂതി പതികം എന്ന് പറയുന്ന വിഭൂതി പതികം എന്ന് പറയുന്ന ഒരു ഗാനത്തിൽ, ഒരു തേവാരത്തില് രോഗപ്രതിരോധ ശക്തിയുള്ള മന്ത്രമാണെന്നാണ് പറയുന്നത്. തിരുനീറിനെ വർണ്ണിച്ചുകൊണ്ടുള്ളൊരു മന്ത്രമാണ്. അതിനെ പറ്റിയുള്ള കഥ ഇതാണ്. അതായത് പാണ്ഡ്യരാജാവ്, അദ്ദേഹത്തിന് ജൈന മതക്കാരോട് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടായിരുന്നു, ശിവഭക്തന്മാരോട് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ പാണ്ഡ്യരാജാവ് പലപ്പോഴും ഈ ജൈന പണ്ഡിതന്മാരുടെ പ്രേരണയാല് തിരുஞான സമുദ്രയെയും അപ്പരെയൊക്കെ ആ നാട്ടിൽ നിന്ന് ഓടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പാണ്ഡ്യരാജാവിന് അസുഖം പിടിപെട്ടു. രാജാവിൻ്റെ ഭാര്യ പറഞ്ഞു, ഈ അസുഖം ശൈവ ഭക്തന്മാരെ ദ്രോഹിച്ചിട്ടാണ്, അതുകൊണ്ട് ജ്ഞാനസമ്പന്നരെ വിളിച്ചു വരുത്താൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഭാര്യയുടെ നിർബന്ധപ്രകാരം അദ്ദേഹം ജ്ഞാനസമ്പന്നരെ വിളിച്ചു വരുത്തി. അപ്പോൾ അവിടെ ജൈന പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ശരീരം ഭയങ്കരമായി പനിക്കുന്നുണ്ടായിരുന്നു, ചുട്ടുപൊള്ളുകയായിരുന്നു ശരീരം. അങ്ങനെ കിടക്കയിൽ കിടന്നപ്പോൾ ഒരു വശത്ത് വലതു ഭാഗത്ത് ഈ ജൈന ഭിക്ഷുപുരന്മാരും മന്ത്രവാദികളും മയിൽപ്പീലി കെട്ടുകൊണ്ട് ഒരു വശം വലതുവശം തടവി,
അവർ പനി മാറ്റിക്കൊടുക്കാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് തിരുஞான സംബന്ധർ അവിടെ വരികയും തിരുஞான സംബന്ധരോട് പറഞ്ഞു, എൻ്റെ പനി അങ്ങോട്ട് മാറ്റി തന്നെ എന്ന് പറഞ്ഞു. വലതുഭാഗം അദ്ദേഹം തിരുനീർ ഭസ്മം, ശിവന്റെ ശരീരത്തിൽ പൂശുന്ന ഭസ്മം, ശൈവഭക്തന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുനീര്. ആ തിരുനീര് ഭസ്മം പൂശി ഒരു വശം തടവി. കുറച്ചു കഴിഞ്ഞപ്പോൾ തിരുஞான സംബന്ധർ തടവിയ ആ വലതുഭാഗം അവിടെ നിന്ന് പനി ഇറങ്ങിപ്പോയി. അതേസമയം ജൈന ഭിഷകുരന്മാർ മയിൽപ്പീലി കൊണ്ടൊഴിഞ്ഞിരുന്ന, മന്ത്രങ്ങൾ ജപിച്ച് മയിൽപ്പീലി കൊണ്ടൊഴിഞ്ഞിരുന്ന ആ ഇടതുഭാഗമാകട്ടെ പനി കൂടിക്കൂടി വന്നു. രാജാവ് പറഞ്ഞു, ഇടതുഭാഗം കൂടെ തിരുஞான സംബന്ധർ ഭസ്മമിട്ടൊഴിയണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഭസ്മമിട്ടൊഴിഞ്ഞപ്പോൾ ആ ഭാഗത്തു നിന്നും പനി ഇറങ്ങിപ്പോയി. അങ്ങനെ സമ്പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹം മാറി. അങ്ങനെ ഈ രാജാവ് ശൈവ മതത്തിൻ്റെ പ്രചാരകനായിട്ട് പിന്നീട് മാറി. മാത്രമല്ല ഇതിനിടയ്ക്ക് വേറെയും 2 പരീക്ഷണങ്ങൾ നടത്തി. ആ ജൈനന്മാർ തോൽക്കാൻ തയ്യാറായില്ല. തിരുஞான സംബന്ധരെ വെല്ലുവിളിച്ച് ജലപരീക്ഷയും അഗ്നിപരീക്ഷയും നടത്തിയെന്നാണ് പറയുന്നത്. ജൈനന്മാര് വേദം എഴുതി തീയിൽ അഗ്നിയിലിട്ട് ഒരു അഗ്നിപരീക്ഷ നടത്തിയത് അങ്ങനെയാണ്. അഗ്നിയിൽ വേദം എഴുതിയിട്ട്, അവരുടെ വേദം, ജൈനന്മാരുടെ വേദം എഴുതിയിട്ട് തീയിലിട്ടു. എന്നിട്ട് അവർ പറഞ്ഞു, ഏത് വേദമാണോ കത്താത്തത് അവര് ജയിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ജൈനർ എഴുതിയ വേദം തീയിലിട്ടപ്പോൾ തന്നെ കത്തി ചാമ്പലായി. അതേസമയം നമ്മുടെ തിരുஞான സംബന്ധർ എഴുതിയ ഭോഗമാർത്ഥ കൂൺമുലയാൾ എന്ന ഒരു പതികം എഴുതി അഗ്നിയിലിട്ടു. അത് കത്തിയില്ല. അത് ഒട്ടും കത്താതെ തന്നെ ആ അഗ്നിയിൽ ശോഭിച്ചു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ജലപരീക്ഷ നടത്തിയെന്നും പറയുന്നുണ്ട്. ജൈനന്മാര് അസ്ഥി നാസ്തി എന്നൊരു മന്ത്രം എഴുതിയിട്ട് ജലത്തിലിട്ടു അത്രേ. അതായത് ഒഴുക്കിനെതിരെ ഏത് പത്രമാണോ സഞ്ചരിക്കുന്നത് ആ പത്രം വിജയിക്കും. അങ്ങനെ അസ്ഥി നാസ്തി എന്നെഴുതിയ പത്രം ഒഴുക്കിയപ്പോൾ അത് ഒഴുക്കിനോടൊത്ത് നീന്തി. അതേസമയം തിരുஞான സംബന്ധർ ഒരു പതികം എഴുതി ഹരനാമേ ചൂഴുക, ഹരൻ നാമമേ ചൂഴുക എന്നൊരു പതികം എഴുതി ജലത്തിലിട്ടു. അത് ഒഴുക്കിനെതിരെ സഞ്ചരിച്ച് ഒരു ശിവക്ഷേത്രത്തിന്റെ മുമ്പിൽ ഉള്ള ആ ഭാഗത്ത് ചെന്ന് നിന്നു എന്നാണ് പറയുന്നത്. ആത്മാവിന്റെ ഭാഷയായ തിരുപ്പാടലുകൾ ശ്രീ മനു കൃഷ്ണൻ നമുക്കായി ആലപിക്കുന്നു. ഡമരുവിൽ നിന്നും പുറപ്പെടുന്ന ആ ദിവ്യനാദം നിങ്ങളുടെ സമസ്ത ദുഃഖങ്ങളും ഇല്ലാതാക്കി ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. നമുക്ക് കാതോർക്കാം ആ തിരുപ്പാടലുകൾക്കായി.
lose temper quickly, struggle with focus and concentration.